another YouTube video. അപ്പോൾ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോൾ ഇട്ടിരുന്നു ആൻഡ് a lot of you people chose double chocolate banana bread. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റിനോടുള്ള ഒരു താല്പര്യം എന്താണെന്ന് എനിക്കതിൽ നിന്ന് തന്നെ മനസ്സിലായി. സോ ഇത് ആക്ച്വലി എൻ്റെ സ്വന്തം റെസിപ്പിയല്ല, ഞാനിത് ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടൊരു റെസിപ്പിയാണ്. ബട്ട് ഇറ്റ് ടേസ്റ്റഡ് സോ ഗുഡ്. ഇതൊരു ഫുൾ പ്രൂഫ് റെസിപ്പിയാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേ ഉള്ളൂ. എനിക്കതിൻ്റെ ക്രെഡിറ്റ് വേണ്ട, വേറെ ആരോ ചെയ്തൊരു സംഭവമാണ്. ബട്ട് ദെൻ റിയലി ഡെലിഷ്യസ് വൺ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ കൂടുതൽ ലാഗൊന്നും വേണ്ട. ഇനി ബേക്ക് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിൽ ലെറ്റ് മീ ഗിവ് യു സം സിമ്പിൾ ടിപ്സ്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന മെഷർമെൻറ്റ്സ് എല്ലാം പ്രിസൈസ് ആയിട്ട് എടുക്കാൻ നോക്കുക. ഓക്കെ, ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ ബനാന യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നമ്മുടെ നാടൻ റോബസ്റ്റ പഴമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അവൈലബിൾ, ഇപ്പോൾ വീട്ടിൽ ഏതെങ്കിലും ഈ നിയന്ത്രണം ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. വേറെ ഏതെങ്കിലും പഴമുണ്ട്, അത് കുറച്ചൊന്ന് ഓവർ റൈപ്പായിപ്പോയി, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അതാണ് ഈ ഒരു ബനാന ബ്രെഡിൻ്റെ മെയിൻ ഉദ്ദേശവും. നമ്മളുടെ കയ്യിൽ കുറച്ചൊന്ന് പഴുത്ത് പോയി നമുക്കങ്ങനെ ഡയറക്റ്റായിട്ട് കഴിക്കാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ ബനാന ബ്രെഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരായിട്ട് ഷെയർ ചെയ്യാം. പുറത്തുനിന്ന് വാങ്ങണ്ട, ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ് അങ്ങനെയൊക്കെ ആഡ് ചെയ്തു എന്നുള്ളൊരു പരാതിയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ധൈര്യമായി കഴിക്കാം. ഇറ്റ്സ് ചോക്ലേറ്റി, ഇറ്റ്സ് റിച്ച് ആൻഡ് ഐ ലവ് ദ ബനാന ടേസ്റ്റ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്ഥിരം കഴിക്കുന്ന ഒരു ബനാന കേക്ക് ഉണ്ടായിരുന്നു, ഒരു 10 rupees സ്ലൈസ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓർമ്മയാണ് കുറച്ചുകൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ വന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് പറയുകയും ചെയ്യണം. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ റെസിപ്പി. റെസിപ്പീൻ്റെ പറയുന്ന ടൈമിൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവില്ല. അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. എത്ര ഗ്രാമാണ് എടുക്കേണ്ടത്, അങ്ങനത്തെ സംഭവം. ഓക്കെ. സോ ഇതിൽ അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ മൈദയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കല്ല വേണ്ടെങ്കിൽ നിങ്ങൾക്ക് റാഗി യൂസ് ചെയ്യുന്നെങ്കിൽ റാഗിയും യൂസ് ചെയ്യട്ടോ, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക്. സോ നമ്മളതിനെ വെയിറ്റ് ചെയ്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബനാന ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കഴിവതും ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗ്രാം വൈസ് ആണെങ്കിലും അതേ അളവിൽ തന്നെ എടുക്കുക. ഇതിൻ്റെ കപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ചെന്നൊന്ന് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് അതിൻ്റെ കപ്പ് വൈസ് മെഷർമെൻറ്റിനോട് വലിയ ഐഡിയ ഇല്ല. സോ ഗ്രാം വൈസിൽ മെഷർമെൻറ്റ് കൊടുത്തിരിക്കുന്നതിൽ കപ്പ് വൈസ് കൊടുത്തിരിക്കുന്നതിലും അതിൻ്റേതായ രീതിയിൽ നോക്കുക. ഇല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് കൺവേർട്ട് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബൗളിൽ കുറച്ച് ബട്ടർ എടുത്ത് ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഇന്ന സ്പീഡോ ഇന്ന ടൈമോ അങ്ങനെയൊന്നുമില്ല. അഥവാ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിസ്ക് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. മേക്ക് ഷുവർ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒന്ന് റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ യൂസ് ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ കൂടെ നമ്മളൊരു 3 പഴം ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഇപ്പോൾ ചെറിയ സൈസ് പഴമാണെങ്കിൽ നിങ്ങൾക്ക് 6 എണ്ണം ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ റോബസ്റ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് 3 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു വേറിട്ട ടേസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവസാനം ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോയെന്ന്. പക്ഷേ ട്രസ്റ്റ് മീ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ പഴം വെച്ചിട്ട് തന്നെ ചെയ്യാനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ഓവർ റൈപ്പ് പഴം ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ, വേറെ ഒരു ഇഷ്യൂസും ഇല്ല. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ബനാന നമ്മൾ ആഡ് ചെയ്തതിന് ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ബനാന ബ്രെഡിൽ വലിയ കഷ്ണങ്ങൾ ഓഫ് ബനാന വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പോവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ച് മാഷ് ചെയ്യുന്നത്. ആൻഡ് അത്യാവശ്യം ഇത് ഭയങ്കരമായി പഴുത്ത് പോയ പഴമല്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഫോഴ്സ് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇല്ല നല്ലതായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഒരു 2 വട്ടമൊക്കെ ഒന്ന് മാഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് മാഷ് ചെയ്ത് വരും. സോ ഇതിന് ശേഷം നമ്മളിവിടെ 2 മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. 2ഉം റൂം ടെമ്പറേച്ചർ എഗ്ഗാണ് ആഡ് ചെയ്യാനുള്ളത്. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ബട്ടർ മിൽക്കും ആഡ് ചെയ്യാനുണ്ട്. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. ബട്ടർ മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഞ്ചസാരയും ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് ഇനീഷ്യലി നമ്മുടെ ഈ ബട്ടർ മിൽക്കും മുട്ടയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഷുഗറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെയും നമ്മൾ കുറേ നേരം മിക്സ് ചെയ്ത് ഇതിലോട്ട് എയർ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ വിസ്കാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എല്ലാ സാധനവും നന്നായി ഒന്ന് മിക്സായി വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്
ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അഥവാ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചോക്ലേറ്റ് ഇടുമ്പോഴാണ് അതിൻ്റെ കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കയ്യിലുള്ള ചോക്ലേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മിൽക്കും ഡാർക്കിൻ്റെയും ചോക്ലേറ്റും ഒരു മിക്സ് ആയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് പ്രിഫറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് ആ എല്ലാ സാധനവും കൂടെ ചൂടുവെള്ളം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പോലെയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ആ ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബാറ്റർ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സായി വരും. ആൻഡ് നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. ആൻഡ് എനിക്ക് കുറച്ച് ചോക്ലേറ്റ് എക്സ്ട്രാ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചധികം നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ആ ബീറ്റ് ചെയ്യുന്ന ബീറ്ററും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ സ്പാച്ചുല വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ചോക്ലേറ്റ് ബാറ്ററിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇനീഷ്യലി വിചാരിച്ചിരുന്നത് കേക്ക് കുറച്ച് ഡ്രൈ ആയിപ്പോൾ ഒരു എക്സ്പെക്റ്റേഷനും ഞാൻ വയ്ക്കാതെയാണ് ബേക്ക് ചെയ്തത്. പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ്. നമ്മളിപ്പോൾ ഈ ഓൺലൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ റെസിപ്പീസ് കിട്ടുമല്ലേ, പക്ഷേ നമ്മൾ എല്ലാ റെസിപ്പീസ് ചെയ്ത് നോക്കിയാലും ചിലപ്പോൾ നന്നായി വരണം എന്നില്ല. ചില റെസിപ്പീസ് മാത്രമേ നമുക്ക് നന്നായി വരുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് സമയം ലാഭിച്ച് തരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ കണ്ടൊരു റെസിപ്പിയാണ്. ഞാൻ കുറേ റെസിപ്പീസ് ഇങ്ങനെ ചെയ്തു നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പപ്പണിയായി. ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നല്ല സൂപ്പർ അടിപൊളിയാണ്. ചായയുടെ കൂടെ കോഫിയുടെ കൂടെ മോർണിംഗ് ഓർ ഈവനിങ് അടിപൊളിയായി പോകുന്ന ഒരു ചോക്ലേറ്റ് ബനാന ലോഫാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ബ്രെഡ് ലൈക്ക് ടെക്സ്ചർ ആയിരിക്കില്ല, കുറച്ചുകൂടെ ഒരു ലോഫ് കേക്ക് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. പേര് പറയുമ്പോൾ ബനാന ബ്രെഡാണ്, കാരണം അതൊരു ക്ലാസിക് വേർഷനാണ്. ഇവിടെ ഞാൻ ബാറ്ററിൻ്റെ മുകളിൽ കുറച്ച് എക്സ്ട്രാ ചോക്ലേറ്റ് ചിപ്സ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അഥവാ അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. ഇനിയിപ്പോൾ ബാറ്ററിൽ എക്സ്ട്രാ ആൽമണ്ട്സ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ആഡ് ചെയ്യാം കേട്ടോ. വാൾനട്ട്സ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ഹെൽത്തിയർ ഓൾട്ടർനേറ്റീവ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ജാഗറി പൗഡറോ ബ്രൗൺ ഷുഗറോ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ മൈദയ്ക്ക് പകരം റാഗിയുടെ പൊടിയോ വീറ്റ് ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് മൈദ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ മൈദ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി അതിൻ്റെ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. എപ്പോഴും കഴിക്കണമെന്നില്ല, വല്ലപ്പോഴും ഒരു വീട്ടിലാരെങ്കിലും ആഗ്രഹം പറയുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി എന്ന് മാത്രം കരുതിയാൽ മതി. ഇത് കംപ്ലീറ്റ് ആയിട്ട് ബേക്കായിട്ടില്ല, ബേക്കായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഇത് ഞാനൊരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു 50 തൊട്ട് 60 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നോർമലി കുക്കറിലൊക്കെ വെച്ച് ബേക്ക് ചെയ്യത്തില്ലേ, അതുപോലെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഓവൻ ഇല്ലെങ്കിലും നിങ്ങൾക്കിത് ബേക്ക് ചെയ്യാം. ഒരു ലോഫ് പാനിൽ ബേക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷമാണ് എടുത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ ആട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സ്മെല്ലാണ് അടിപൊളിയായിട്ടുള്ളത്. ഞാൻ വിചാരിച്ചതിൽ നിന്ന് കുറച്ചുകൂടെ നല്ല കേട്ടോ. ഞാൻ വിചാരിച്ചാൽ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ളൊരു ടെക്സ്ചറിലായിരിക്കും വരുന്നത്. പക്ഷേ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കത് ക്ലിയറായി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ചിപ്സും അല്ലാതെ തന്നെ കാണുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് തോന്നുന്നെങ്കിലും ബനാനയുടെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. ചോദിക്കോ, ഇവിടെ നമ്മൾ ബേക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ നല്ല സ്മെല്ല്, നല്ല മണം ഉണ്ടായിരുന്നല്ലേ. ആ ഒരു ബനാനയുടെ സ്മെല്ലാണ് നന്നായിട്ട് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കിയതുകൊണ്ട് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നന്നായിട്ടേ പറയുള്ളൂ എന്നറിയാം. അപ്പോൾ മഞ്ജിമയുടെ അഭിപ്രായം കൂടി നമുക്ക് നോക്കാം. എടുത്തോ ഒരു പീസ്. വളരെ നന്നായിട്ടുണ്ട്. പേര് ബനാന ബ്രെഡ് ആണെങ്കിലും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അത് ബ്രെഡ് അല്ലല്ലോ. ആക്ച്വലി ഇതൊരു ലോഫ് കേക്ക് പോലെ തന്നെയാണ്. പക്ഷേ ബനാന ബ്രെഡ് ഒരു ക്ലാസിക് ഐറ്റമാണ് കേട്ടോ. കുറേ ആൾക്കാരാണ് പുറത്തോട്ടുള്ള ആൾക്കാർ സ്ഥിരം ഉണ്ടാക്കുന്ന സംഭവമാണ്. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ എക്സ്ട്രാ പഴമൊക്കെ ഇരുന്ന് ചീത്തായി വരത്തില്ലേ, ആ ടൈമിലൊക്കെ കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന കൈൻഡ് ഓഫ് സംഭവമാണ്. കണ്ടോ, കേക്ക് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന കൈൻഡ് ഓഫ് സോഫ്റ്റാണ്, കാണാൻ പറ്റുന്നുണ്ട്. റിയലി മോയിസ്റ്റ്, റിയലി ടേസ്റ്റി. നല്ല ബനാനയുടെ ഫ്ലേവറും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും നിൽക്കുന്നുണ്ട്. മഞ്ജുനൊക്കെ എന്താ തോന്നിയത്? അത് തന്നെ, ബനാനയുടെ ടേസ്റ്റ് നല്ലവണ്ണമുണ്ട്. കുഞ്ഞു പിള്ളേർക്കൊക്കെ നല്ല ടേസ്റ്റ് ഇഷ്ടമാവുന്ന സംഭവം. നിങ്ങളെന്തായാലും അപ്പോൾ ട്രൈ ചെയ്തു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എങ്ങനെ വന്നു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ സീ യു സൂൺ വിത്ത് മോർ എക്സൈറ്റിംഗ് വീഡിയോസ്. ബൈ.